നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ആർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അഹിംസ സിദ്ധാന്തത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള അന്തിമമായിട്ടുള്ള ലക്ഷ്യം ആ പൂർണ്ണമായിട്ടുള്ള സ്നേഹമാണ്. അഹിംസ ഇന്റൻഷനെ കൂടി നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്ന ഒരു സ്റ്റേറ്റ്. There should not be an inclination to hurt എന്നാണ് ലാലാജി മഹാരാജ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ യാത്രയിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. സനാതന ധർമ്മം എന്ന് ഭാരതത്തിൽ അറിയപ്പെടുന്ന ഈ സിസ്റ്റം വളരെ സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ രണ്ട് ധർമ്മങ്ങളാണ് ഒരു മനുഷ്യനുള്ളത്. ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ സെൽഫ് എവല്യൂഷൻ, പ്രോഗ്രസ്. സെൽഫ് എവല്യൂഷൻ എന്ന് പറയുമ്പോൾ എവിടേക്കാണ് ഞാൻ ഉയരുന്നത്? എൻ്റെ മനസ്സ് എപ്പോഴും കൂടുതൽ പീസ്ഫുൾ ആയിട്ടുള്ള, ജോയ്ഫുൾ ആയിട്ടുള്ള, നെഗറ്റിവിറ്റി എന്നൊക്കെ ഉയർന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നുണ്ടോ എന്നെപ്പോഴും ശ്രദ്ധിക്കുക. ഒരു ലക്ഷ്യം വേണം. അതാണ് ഗോൾ ഫിക്സേഷൻ. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ് ആദ്യത്തെ സനാതനമായിട്ടുള്ള ധർമ്മം, എറ്റേണൽ ഡ്യൂട്ടി. രണ്ടാമത്തെ ധർമ്മം എന്താണ്? ഉയരും തോറും കടന്നുപോയിട്ടുള്ള ലെവൽസ് അത് സ്വാംശീകരിച്ചിട്ടുണ്ടാവും. അവിടേക്ക് പിന്നെ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. നമുക്ക് ലഭിച്ചതെല്ലാം നൽകാൻ ആവണം. ഒന്നും തൻ്റെതാണെന്ന് അല്ലാന്ന് മനസ്സിലാക്കിയിട്ട് തന്നിലൂടെ ഒഴുകാൻ അനുവദിക്കണം. ഇതിനാണ് ഭഗവാൻ ത്യാഗം എന്ന് ഭഗവത്ഗീതയിൽ പറയും, യജ്ഞം എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് യജ്ഞം നടക്കുമ്പോൾ അവിടെ ഉള്ളത് ഭഗവാനാണ് എന്ന് ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറയുന്നത്. അക്ഷരം ബ്രഹ്മം അതവിടെ ഉണ്ട് യജ്ഞമുള്ളപ്പോൾ. യജ്ഞഭാവം എന്ന് പറഞ്ഞാൽ തന്നെ വിസ്മരിക്കുക. തൻ്റെ ക്രിയേഷനെ പൂർണ്ണമായിട്ട് നോളജോട് ഉൾക്കൊണ്ടാലേ നമുക്ക് ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ റിനൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ
വിട്ടോടുക എന്നുള്ളതല്ല, നോളജിലൂടെ സ്വാംശീകരി അസിമുലേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ആവുക. ഞാൻ ആ നോളജിന്റെ എസെൻസ് ആയി മാറി. ഇനി എനിക്ക് അതിലേക്ക് വേണമെങ്കിൽ പോവാം. അപ്പോഴവിടെ കണക്ഷൻ ഇല്ലാതെ വീണ്ടും LKG പോയിരുന്നിട്ട് കുട്ടികളുടെ ഒപ്പം കളിപ്പാട്ടത്തിന് വേണ്ടി തല്ലുപിടിക്കുന്ന പോലെയാണ്. നമ്മൾ ഇവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പൈസയ്ക്കും സ്വത്തിനും സ്ഥാനത്തിനും വേണ്ടി തല്ലുപിടിക്കും. അപ്പൊ അതൊക്കെ അറിയാതെ അകന്നു പോകും. ഡിറ്റാച്ച്മെന്റ്, വൈരാഗ്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ചെയ്യുന്നു. ട്രാൻസ്ഫോർമേഷനിലൂടെ സെൽഫ് ഒരു സിംഗുലാരിറ്റിയിലെത്തുന്നു. അപ്പോഴേ നമുക്ക് ലക്ഷ്യത്തിന് മാത്രം ഫോക്കസ് ചെയ്യാൻ സാധിക്കും. വ്യാവസായികാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന, അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രോഗ്രാം, കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്ന് മഹാത്മാഗാന്ധിജി വിളിക്കുന്ന കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിന്റെ ഈ 2 ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹ്യ സേവനം നടത്തുക നല്ല കാര്യമാണ്. സാമൂഹ്യ സേവനം നടത്തുന്ന വ്യക്തി എവിടെ എത്തി എന്നുള്ളത് കൂടിയും ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് പ്രധാനം. ആരാണ് ഈ സാമൂഹ്യ സേവനം നടത്തുന്നത്? മോഡേൺ ഫിസിക്സിൽ ഒബ്സർവർ ഒബ്സർവേഷനെ കറക്റ്റ് ചെയ്യും, മാറ്റുന്നു എന്ന് പറയും. അങ്ങനെ മാത്രമല്ല, ഒബ്സർവേഷനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒബ്സർവർ ആണെന്നാണ്. EPR പാരഡോക്സ്, ഐൻസ്റ്റീൻ പൊഡോൾസ്കി റോസൻ പാരഡോക്സ്. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രൂപം നൽകുന്നത് ഒബ്സർവറാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തമായിട്ട് രൂപമില്ല. ഒരു അത്ഭുതകരമായിട്ട് കാര്യമാണ്. ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ അത് സ്ഥൂലമാണോ വൈബ്രേഷൻ ആണോ, അവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ജീവിതത്തിലുള്ള അനുഭവങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി നൽകുന്നത് ഞാനാണ്, ഒബ്സർവറാണ്. ഒരു സ്ഥലത്ത് പോയിട്ട് ഇവിടെ എല്ലാം പ്രശ്നങ്ങളാണ് എന്ന് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അയാളാണ്, ഒബ്സർവറാണ് അത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തത്. കാരണം നമ്മൾ തന്നെ കാണുന്ന പ്രശ്നങ്ങൾ, നമ്മളിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പ്രശ്നം ഉണ്ടാക്കും, നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. രണ്ടും ഒരാൾ തന്നെയാണ്. അപ്പൊ സൊല്യൂഷൻ എവിടെയാണ്? സൊല്യൂഷൻ ഉള്ളിലാണ്. പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമല്ല. ഇതിനെ സഹജമാർഗത്തിൽ സജഷൻ എന്ന് പറയും, പവർ ഓഫ് സജഷൻ. നമ്മളാണ് നമ്മുടെ വാക്കുകൾക്ക് ശക്തി നൽകുന്നത്, നമ്മുടെ പ്രവൃത്തികൾക്ക് ശക്തി നൽകുന്നത്, നമ്മൾ കാണുന്ന രൂപങ്ങൾക്ക് ശക്തി നൽകുന്നത്. ഒരു ഫോട്ടോഗ്രാഫ് വീട്ടിൽ വെക്കുന്നത് നല്ലതാണ്, പക്ഷെ ഡോണ്ട് ഗെറ്റ് അറ്റാച്ച് ടു ഇറ്റ് എന്നാണ് ബാബുജി മഹാരാജ്. അറ്റാച്ച് ചെയ്യുമ്പോൾ അതിന് ശക്തി നൽകുന്നു. അത് വിചാരിക്കുന്നു, നമ്മൾ വിചാരിക്കുന്നു അതാണ് എന്റെ ജീവിതത്തെ നയിക്കുന്നത്. നമുക്കിപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെ കണ്ടാലറിയാം. സമ്പത്തിന്റെ മുകളിൽ, സ്വർണത്തിന്റെ മുകളിൽ, ആരാധനാലയങ്ങളുടെ പേരിൽ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. മനുഷ്യന്റെ എവല്യൂഷന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് പ്രാധാന്യം നൽകുന്നു. റോഡ് സൗകര്യങ്ങൾ ബെറ്റർ ചെയ്യുക, ഹെൽത്ത് കണ്ടീഷൻ, ഹോസ്പിറ്റൽസ് ഇംപ്രൂവ് ചെയ്യുക, അതൊക്കെ നമ്മൾ കാണുന്ന പ്രശ്നമാണ്. ശരിക്കുള്ള പ്രശ്നം എന്താണ്? മനുഷ്യൻ ബെറ്റർ ആവുന്നുണ്ടോ? കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ക്യാരക്ടറിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത് മാത്രമേ ശരിക്കും ഒരു കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ഉള്ളൂ. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടവൻ എന്താണെന്ന് നേട്ടം. എല്ലാം ഉണ്ടാക്കുന്നത്, പക്ഷേ മനുഷ്യൻ നന്നാവുന്നില്ലെങ്കിൽ ഇതിനൊന്നും ഒരു കാര്യമില്ല, എക്സ്പീരിയൻസ് ഫെയിലിയർ ആയിട്ട് പോകും. അപ്പൊ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിന്റെ യഥാർത്ഥത്തിലുള്ള മാറ്റം ഉള്ളിലാണ്. ഇതാണ് മഹാത്മാഗാന്ധിജി പറയുന്നത്. സ്വരാജ്യത്തിലേക്ക് വരുന്നുണ്ടോ? മഹാത്മാഗാന്ധിജിയുടെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ എവല്യൂഷണറി. അദ്ദേഹം സ്വരാജ്യത്തു നിന്ന് എങ്ങനെയാണ് സെൽഫ് ഡിപ്പെൻഡൻസിലേക്ക് ട്രാൻസ്ഫോംഡ് ആവുന്നത്. അദ്ദേഹത്തിന് സ്വരാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ള അർത്ഥത്തിലല്ല, ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ അൺടച്ചബിലിറ്റി, മതവിദ്വേഷങ്ങൾ, സാനിറ്റേഷന്റെ പ്രോബ്ലംസ്, ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഈ തരത്തിൽ സെൽഫ് ഡിപ്പെൻഡൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയും സെൽഫ് ഡിപ്പെൻഡന്റ് ആയിട്ട് സത്യസന്ധരാവുകയാണെങ്കിൽ എന്റെ എവല്യൂഷൻ, ഓരോരുത്തർ അവരവരുടെ എവല്യൂഷന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രോബ്ലംസ് ഇല്ല എന്ന് പറയാം, ഡിസോൾവ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ട് ഈ ലോകത്ത്. നമ്മുടെ മാസ്റ്റേഴ്സ് ഉണ്ട്, അവർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷെ അവര് ഈ ലോകത്തിൽ കാണുന്നത് എപ്പോഴും ഹയസ്റ്റ് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ടാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റേറ്റ് ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ എന്നെ തുടച്ചു കളഞ്ഞാൽ അത് കാണും. ചാരിജി മഹാരാജ് ഒരു ഉദാഹരണം പറയാറുണ്ട്. നമ്മള് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ലേക്സിലോ പോണ്ടിലൊക്കെ ഇങ്ങനെ വാട്ടർ ഹയാസിൻസ് അല്ലെങ്കിൽ പായലൊക്കെ മൂടിക്കിടക്കും. വെള്ളമില്ല, പുല്ലാന്ന് വരും. ഒന്നങ്ങ് തട്ടുമ്പോഴേക്കും താഴെയുള്ള വെള്ളം കാണും. അതുപോലെ മേഘാവൃതമായിട്ടുള്ള ആകാശം, മേഘമാണ് മാറിക്കും, ആകാശം തെളിയും. ആകാശമാണ് സത്യം. അപ്പൊ ഇവിടെ മാറുകയല്ല ചെയ്യുന്നത്, ട്രാൻസ്ഫോർമേഷൻ ആണ്.
നമ്മുടെ ഉള്ളിലുള്ള ഈ തരത്തിലുള്ള സങ്കല്പങ്ങളെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം, പ്യൂർ ആക്കണം. ആൽക്കമിസ്റ്റ് എന്ന പുസ്തകം പോലോ കല്ലോന്റെ ആൽക്കമി നടക്കണം, ഉള്ളിലുള്ള ആൽക്കമി. ആ ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ലോകത്തിൽ സംഭവിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള മനുഷ്യർ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ഒന്നും ജീവിതത്തിൽ ലക്ഷ്യമില്ല. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ഉള്ളിലാണെന്ന് തിരിച്ചറിഞ്ഞ ആൾക്കാരാണ് ശരിക്കും സാമൂഹിക സേവനത്തിന് ഇറങ്ങേണ്ടത്. ദർ ഇസ് ഓൺലി വൺ സോഷ്യൽ സർവീസ്, ഗിവിംഗ് പീസ് ഓഫ് മൈൻഡ്. ആ വ്യക്തിക്ക് സമാധാനം നൽകുക, ആ വ്യക്തിയെയും തന്റെ പരിണാമത്തിന്റെ തലത്തിലേക്ക് തിരിച്ചുവിടുക, ടേൺ ചെയ്യുക. ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഡ്യൂട്ടി. അപ്പൊ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിന് ഹയർ ലെവലിൽ നമ്മൾ ഒരു അർത്ഥം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാവരെയും ജീവിത ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടുക എന്നതാണ്. ഹാർട്ട്നെസ് അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, പക്ഷെ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം ഉറപ്പുവരുത്തണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ തന്നെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ മോശമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സയൻസിന്, നമുക്കത് മോശമാക്കുന്നതിനെ നന്നാക്കാനുള്ള കഴിവുണ്ടെന്നുള്ള സയൻസിന്റെ, മോഡേൺ സയൻസിന്റെ ഡിസ്കവറി, അത് വലിയൊരു ഡിസ്കവറി തന്നെയാണ്. നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ഒരു കണ്ടെത്തലിനെ ഉപയോഗിച്ചുകൂടെ? അതാണ് ആധ്യാത്മികത. സയന്റിഫിക് ആയിട്ട് മനസ്സിലാക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. നമ്മൾ ഇവോൾവ് ചെയ്യുന്നതോറും നമ്മൾ ഹയർ തലത്തുനിന്ന് ലോകത്തെ കാണുന്നു, എക്സ്പീരിയൻസിൽ കാണുന്നു. ആ നോട്ടത്തിലൂടെ എക്സ്പീരിയൻസ് ട്രാൻസ്ഫോംഡ് ആവും. നമ്മൾ നോക്കുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഇവല്യൂഷൻ. നമ്മുടെ ക്യാരക്ടർ സശ്രദ്ധം നമ്മൾ കെയർഫുൾ ആയി കഴിഞ്ഞാൽ, മഹാത്മാഗാന്ധിജി പറഞ്ഞു, ബി ദ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു ബ്രിങ് ഇൻ ദിസ് വേൾഡ്. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്, ഡിസോൾവ് യുവർ ക്രിയേഷൻ ടു ബ്രിങ് ഹിസ് ക്രിയേഷൻ ടു ബി. ഇതായിരിക്കട്ടെ നമ്മുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിന്റെ അടിസ്ഥാനം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെയും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.